പറഞ്ഞാണ് അറിയേണ്ടത് അറിയുവാൻ. അറിയേണ്ട അറിവ് എന്താണ്? അത് സത്യമാണ്. സത്യത്തെയാണ് അറിയേണ്ട അറിവ് എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സത്യത്തെയാണ് ശുഭാനന്ദ ഗുരുദേവൻ താണിറങ്ങി വന്ന് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ഈ സത്യത്തെ പാലിച്ച് ജീവിക്കുവാനാണ് നാമനിയമാദികൾ നമുക്ക് തന്നിരിക്കുന്നത്. അത് പാലിച്ച് ജീവിക്കുന്നവരിൽ അറിവിന്റെ പരിപൂർണ രൂപനാകുന്ന ഗുരുവിന്റെ രൂപത്തെ കാണുവാൻ കഴിയും. അങ്ങനെ കണ്ടവരാണ് നമ്മുടെ മഹത്വമേറിയ ജന്മങ്ങളായി പര്യവസാനിച്ചിരിക്കുന്ന നമ്മുടെ ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം. അപ്രകാരം ഗുരുവിന്റെ നാമങ്ങളും നിയമങ്ങളും അറിവുകളും ഗ്രഹിച്ചുകൊണ്ട് സത്യധർമാദികൾ പുലർത്തി ജീവിതം ചെയ്യുമ്പോൾ സത്യസ്വരൂപനാകുന്ന ഗുരു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യും. അപ്പോഴാണ് സത്യമാണോ ദൈവം, നിത്യമാണോ ദൈവം, സത്യമാണോ ദൈവം, നിത്യമാണോ ദൈവം, ചിത്തനാരിൽ വാസം ചെയ്യും ആനന്ദ സ്വരൂപൻ, ചിത്തനാരിൽ വാസം ചെയ്യും ആനന്ദ സ്വരൂപൻ, സത്യമാണോ ദൈവം, നിത്യമാണോ ദൈവം, സത്യമാണോ ദൈവം, നിത്യമാണോ ദൈവം, ചിത്തനാരിൽ വാസം ചെയ്യും ആനന്ദ സ്വരൂപൻ, ചിത്തനാരിൽ വാസം ചെയ്യും ആനന്ദ സ്വരൂപൻ, ആനന്ദ സ്വരൂപനുടെ കാഴ്ച നമ്മിൽ കാണാൻ, 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 സത്യം പാലിച്ച് ജീവിതത്തിൽ ജീവിതം ചെയ്യണമോ, സത്യം പാലിച്ച് ജീവിതത്തിൽ ജീവിതം ചെയ്യണമോ, ആനന്ദ സ്വരൂപനുടെ കാഴ്ച നമ്മിൽ കാണാൻ, ആനന്ദ സ്വരൂപനുടെ കാഴ്ച നമ്മിൽ കാണാൻ, സത്യം പാലിച്ച് ജീവിതത്തിൽ ജീവിതം ചെയ്യണമോ, സത്യം പാലിച്ച് ജീവിതത്തിൽ ജീവിതം ചെയ്യണമോ, ജ്ഞാനമുപദേശിച്ചെന്റെ കൂടെ വസിക്കുമ്പോ, ജ്ഞാനമുപദേശിച്ചെന്റെ കൂടെ വസിക്കുമ്പോ, സത്യസ്വരൂപനാകുന്ന എന്റെ ഗുരുനാഥൻ, സത്യസ്വരൂപനാകുന്ന എന്റെ ഗുരുനാഥൻ, ജ്ഞാനമുപദേശിച്ചെന്റെ കൂടെ വസിക്കുമ്പോ, ജ്ഞാനമുപദേശിച്ചെന്റെ കൂടെ വസിക്കുമ്പോ, സത്യസ്വരൂപനാകുന്ന എന്റെ ഗുരുനാഥൻ, സത്യസ്വരൂപനാകുന്ന എന്റെ ഗുരുനാഥൻ, സത്യം പാലിച്ചിടുമ്പോൾ വിദ്യാനന്ദം നൽകോ, സത്യം പാലിച്ചിടുമ്പോൾ വിദ്യാനന്ദം നൽകോ, മാറ്റമില്ലാതുള്ള നിത്യസുഖവും നൽകുന്നു, മാറ്റമില്ലാതുള്ള നിത്യസുഖവും നൽകുന്നു, മാറ്റമില്ലാതുള്ള നിത്യസുഖവും നൽകുന്നു, മാറ്റമില്ലാതുള്ള നിത്യസുഖവും നൽകുന്നു. അറിയേണ്ട അറിവാകുന്ന സത്യത്തെ പാലിച്ച് ജീവിക്കുന്നവരിൽ സത്യസ്വരൂപനാകുന്ന ജഗദീശ്വരൻ ജ്ഞാനസമ്പൂർണ്ണ രൂപനായി വാണിരുന്നുകൊണ്ട് അറിയേണ്ടതല്ലാത്ത അറിവുകളെയൊക്കെ നീക്കി, നമ്മുടെ മനോമാലിന്യങ്ങളെ ഒക്കെ നീക്കി, ഈ മായാമനുഷ്യനായി ജീവിക്കുന്ന നമ്മളിൽ വിവിധ തരത്തിലുള്ള ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും ഒക്കെ വന്നു പോകാം. അതിന് പ്രധാനമായി നിലകൊള്ളുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിലേക്ക് വന്നു ചേരുന്ന മാലിന്യങ്ങളെ അകറ്റുവാനുള്ള അറിവുകളാണ് സത്യസ്വരൂപൻ സത്യോപദേശമായി നമ്മളിലേക്ക് ഭവിപ്പിച്ചിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ അതിനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സത്യസ്വരൂപൻ നമ്മുടെ കൂടെ വാഴുന്നതായി നമുക്ക് അനുഭവമാകും. സത്യമായും നിങ്ങൾക്ക് അനുഭവമാകും. സത്യസ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ വാഴ്ച നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവമാകും. ഇന്ന് ഞാൻ 2 സ്വാമിമാരെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഉപദേശിച്ചു. കാരണം ഇന്ന് നിങ്ങൾക്ക് മധ്യസ്ഥനായി ശുഭാനന്ദ ഗുരുദേവന്റെ വാഴ്ചയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ശരീരം കുഞ്ഞായിരുന്ന കാലം മുതൽ ഈ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ കാരണമായി ഭവിച്ചത് എൻ്റെ രക്ഷിതാക്കളാണ്. നമ്മുടെ വിവേകാനന്ദ സ്വാമി ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ വന്നിരുന്നു
സത്യം പാലിച്ച് ജീവിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, മറ്റു കൂട്ടുകെട്ടുകളിൽ പോകാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ, വീട്ടിൽ മുതിർന്നവർ വന്നാൽ അവരോട് എങ്ങനെ ഇടപെടണമെന്നുള്ള നിർദ്ദേശങ്ങൾ, മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കയറി കുഞ്ഞുങ്ങൾ സംസാരിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അച്ചടക്കമായി ജീവിക്കുവാനുള്ള പരിശീലനം തന്ന് ചില സമയങ്ങളിൽ അറിവില്ലാത്ത കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ജയിലിലിട്ടാണോ എന്നെ വളർത്തുന്നത്? ഇങ്ങനെ ഒരു ജയിലിലിട്ടാണോ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്? അതെ, സത്യമാകുന്ന ഒരു വേലി കെട്ടി അതിനുള്ളിൽ എന്നെ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്നതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ എന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഗുരുനാഥൻ തൻ്റെ വാഴ്ചയ്ക്കായി ഈ ശരീരം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഈ ആത്മാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. സത്യം പാലിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സത്യശുഭാനന്ദ മകൻ ശക്തിയെ കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു തപോ ജീവിതം കുട്ടികളിൽ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശുഭാനന്ദ ആദർശത്തിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. അവിടെ ബന്ധുമിത്രാദികളെയും മറ്റു സജ്ജനങ്ങളെയും ഒന്നും നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വ്യതിചലിപ്പിച്ച് വിട്ടാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അവർ അന്യമായി പോയിക്കൊണ്ടിരിക്കും. താൽക്കാലികമുള്ള സുഹൃത്ത് ബന്ധത്തിലോ മറ്റു ബന്ധുമിത്രാദികളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ അവരുടെ കൂടെ വിട്ടെന്ന് വരാം, അവരുടെ ഇഷ്ടത്തിന് അയച്ചെന്ന് വരാം. പക്ഷേ ആ താൽക്കാലികമായുള്ള സന്തോഷം നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് ദോഷമായി ഭവിക്കും. കാരണം നമ്മുടെ ആദർശ നിയമപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ചിട്ടയിൽ നിന്ന് അന്യമായ ഒരു ജീവിതത്തിലേക്കാണ് അവർ താൽക്കാലികമായി പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ വിലക്കിയിരുന്ന പല കാര്യങ്ങളും അവിടെ നല്ലതായി അവർക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ പാടില്ല. ഈയിടെ സുഹൃത്ത് ബന്ധത്തിൽ കഴിയുന്ന 2 കുടുംബങ്ങൾ തമ്മിൽ അവിടുത്തെ ഗൃഹനാഥന്മാർ വന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ്, കുഞ്ഞിനെ മറ്റേ വീട്ടിലേക്കൊന്ന് അയക്കണം. 2 പേരും ആദർശ നിയമപ്രകാരം ജീവിക്കുന്നവരാണ്. പക്ഷെ ഒരു വീട്ടിലെ സാഹചര്യമല്ല മറ്റൊരു വീട്ടിൽ. അപ്പൊ അവിടെ ഒന്ന് അയക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു, അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ അയക്കണ്ട. കാരണം എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്രകാരം തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും വളർത്തണമെന്നാണ് എൻ്റെ തീരുമാനം. നമ്മുടെ ആദർശത്തിന്റെ ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കേണ്ട ഒരു ആത്മാവിനെ ആയിരിക്കും നിങ്ങൾ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി അയക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ചിട്ടയിൽ കൃത്യമാക്കി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം നമ്മുടെ കുഞ്ഞുങ്ങളെ. നിയമം പാലിച്ചുകൊണ്ട് നാമസ്തുതിക്കുവാനുള്ള പരിശീലനം ചെറുപ്പത്തിലേ അവർക്ക് കൊടുക്കണം. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സത്യം കേട്ടത്. പക്ഷെ സത്യം കേൾക്കുന്നതിന് മുൻപ് തന്നെ എപ്രകാരം നിയമപ്രകാരം ജീവിക്കണമോ അപ്രകാരം തന്നെ എന്നെ വളർത്തിക്കൊണ്ടുവന്നു എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് സത്യം പാലിച്ചതിന് ശേഷവും ആ നിയമം പാലിച്ച് ജീവിക്കുന്നതിൽ എനിക്ക് വലിയ കാഠിന്യമൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ അത് പഠിച്ചു വന്നതാണ്. പലപ്പോഴും പലരോടും ഞാൻ പറയാറുണ്ട്, അതിന് വലിയ കാഠിന്യം എന്താണ്? എനിക്കതിന് കാഠിന്യം തോന്നാഞ്ഞത് ആ പരിശീലനം എനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവരവരുടെ രക്ഷിതാക്കൾ പ്രത്യേക ചിട്ടയോടും അടുക്കോടും ആദർശ പരമ്പരകളെ വളർത്തുന്നു എന്നുള്ള തീരുമാനത്തോടുകൂടി എൻ്റെ ഗുരുനാഥൻ എനിക്ക് ദാനം ചെയ്ത് ഈ കുഞ്ഞിനെ വളർത്തി ഗുരുനാഥന്റെ കർമ്മത്തിന് വേണ്ടിയാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി വളർത്തണം. എല്ലാവരും ഇവിടെ വന്ന് സ്വാമിമാരാകാനോ എല്ലാവരും ഇവിടെ വന്ന് മഠാധിപതിയാകാനോ ഒന്നുമല്ല. പിന്നെ ഈ ധർമ്മവും സത്യവുമില്ലാത്ത ഈ ലോകത്ത് ശുഭാനന്ദ ആദർശത്തിൽ കൂടി അല്ലാതെ രക്ഷയില്ല എന്ന് നമ്മൾ ഘോരം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള പ്രവർത്തന മേഖലകളാക്കി, പ്രവർത്തന ഗുരുക്കളാക്കി തീർക്കുവാൻ നമ്മൾ പ്രയത്നിക്കണം. അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ധർമ്മതീർത്ഥ സ്വാമി ഇപ്പോൾ പറഞ്ഞത് സദാനന്ദ സിദ്ധ ഗുരുദേവന്റെ വാക്കുകൾ കൂടെ ഓർമ്മിപ്പിച്ചു. രക്ഷിതാക്കളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. സത്യമാണ്, ഭഗവാൻ അത് കൽപ്പിച്ചതുമാണ്. ആ കാര്യം വളരെ സത്യവുമാണ്. നമ്മളാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിത ചിട്ടകളൊക്കെ മാറ്റണം. രക്ഷിതാക്കളായി ജീവിക്കുന്ന നമ്മൾ ആഡംബരങ്ങളെയും മറ്റ് സൗകര്യങ്ങളെയും ഒക്കെ തേടി പോകുന്ന ഒരു രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ശുഭാനന്ദ സന്താനങ്ങൾ അതിൽ നിന്നൊക്കെ മാറി ശുദ്ധമായ ഒരു ജീവിതം ചെയ്യുവാനുള്ള തീരുമാനമെടുക്കണം. അവരവരുടെ വീട്ടിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്നതിന് വളരെ അപൂർവമായി മാറിയിരിക്കുന്നു. വൈകുന്നേരം വണ്ടിയെടുക്കുക, കുറച്ച് കാശ് എടുത്ത് പേഴ്സി വെച്ചുകൊണ്ട് ഹോട്ടലുകൾ തോറും പോയി ഭക്ഷണം കഴിക്കുന്ന രീതി, അതൊന്നും നമ്മുടെ ആദർശത്തിന് ചേർന്നതല്ല.
അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത് പലരുടെയും വികൃതമായ സ്വഭാവങ്ങളായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, പരമോന്നതമായ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ, ഇന്നൊരു കുഞ്ഞിന്റെ മുമ്പിൽ വന്നപ്പോൾ വളരെയേറെ കലാപരമായിട്ട് പല വികൃതികളും കാണിച്ചിങ്ങനെ ചിത്രമൊക്കെ വരച്ചിങ്ങനെ വെച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞെ ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അറിവുള്ളവർ നിന്നെ കണ്ടാൽ പരിഹസിക്കുകയല്ലേ ഉള്ളൂ. നിന്റെ കൂട്ടുകാരന്റെ വിധത്തിൽ സന്തോഷിച്ചിരിക്കാം. ഇത് ചെയ്തു തരുന്ന ആൾ കാശിന് വേണ്ടി അത് ചെയ്തെന്ന് വരാം. പക്ഷേ അറിവുള്ളവർ നിന്നെ പരിഹസിക്കും. നമ്മുടെ ആദർശത്തിന് ചേർന്നതല്ല അത്. അങ്ങനെയുള്ള വികൃത രൂപങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ പാടില്ല. വളർന്നു വരുന്ന തലമുറ വളരെ വൃത്തിയോടും പിടിപ്പോടും കൂടി ആദർശത്തിന് ചേർന്ന വിധത്തിൽ വസ്ത്രധാരണം ചെയ്തുകൊണ്ട്, ആദർശത്തിന് അനുയോജ്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ആദർശത്തിന് അനുയോജ്യമായ ചിന്തകൾ ചെയ്തുകൊണ്ട്, ആദർശത്തിന് അനുയോജ്യമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആദർശ പുരുഷനാകുന്ന ജഗദീശ്വരൻ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്തുകൊണ്ട്, മുമ്പേ നമ്മൾ കീർത്തിച്ചതുപോലെ രക്ഷകനാകുന്ന ജഗദീശ്വരൻ നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ രക്ഷിപ്പാൻ വേറെ ആരും നമ്മൾക്ക് വേണ്ടതില്ല. രക്ഷകനുള്ളത്തിൽ വാസമായാൽ രക്ഷിപ്പാൻ വേറെ ആരും വേണ്ടതില്ല. എപ്പോഴും നമ്മളിൽ തിളങ്ങി വിളങ്ങി പ്രശോഭിച്ചു വാഴുവാൻ തക്ക വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും നമ്മൾ ചിട്ടയോടുകൂടി വളർത്തണം. അവരെ നമ്മൾ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകുന്നില്ല എന്ന് കണ്ടാൽ, ശിക്ഷിക്കേണ്ട കാര്യമാണെങ്കിൽ